Welcome to EduFix Academy. Good evening, dear students. ഇന്ന് നമ്മുടെ ബികോം ഫൈനൽ ഇയറിന്റെ ഒരു പുതിയ പേപ്പർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. IBO 6 എന്നുള്ളതാണ് നമ്മുടെ പേപ്പറിന്റെ നെയിം എന്ന് പറയുന്നത്. IBO 6 എന്നുള്ളതാണ്. IBO 6 നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പേപ്പേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഒരു തിയറി പേപ്പർ തന്നെയാണ്. പക്ഷെ തിയറി പേപ്പറിൽ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറും കൂടിയാണ്. ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന മാർക്കറ്റിംഗ് അതുപോലെയുള്ള ചില തിയറി പേപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ലിറ്റിൽ ടഫർ. കുറച്ച് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ടേംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു IBO 6ന്റെ കോണ്ടന്റ്സിൽ മെയിൻ ആയിട്ടും വരുന്നത്. സോ IBO 6ന്റെ യൂണിറ്റ് 1 നമുക്ക് ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എന്താണ് യൂണിറ്റ് 1 കൊടുത്തിട്ടുള്ള എന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്കിന്ന് കൊടുത്തു വെക്കാം. യൂണിറ്റ് 1 നമ്മള് IBO 6 ഒരു ഇൻട്രൊഡക്ഷൻ ആണ് യൂണിറ്റ് 1 എന്നുള്ളത്. ഇറ്റ്സ് ആൻ ഇൻട്രൊഡക്ടറി യൂണിറ്റ്. യൂണിറ്റ് 1 ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ IBO 6ന്റെ പേപ്പറിന്റെ ബേസിക് ആയിട്ടുള്ള കോണ്ടന്റ്സുകളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് യൂണിറ്റ് 1ന്റെ നെയിം എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 1 ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, എന്തൊക്കെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ നീഡ്സ്, എങ്ങനെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഇവാലുവേഷൻ ചെയ്തിട്ടുള്ളത്, ദെൻ അതിൽ വന്നിട്ടുള്ള കുറച്ച് ടേംസുകൾ, ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഇന്റർവാർ ഇയേഴ്സ്, ബ്രിട്ടൻ വുഡ്സ്, അതുപോലെ IMF എഗ്രിമെന്റ്, വേൾഡ് ബാങ്ക്, ഇതിന്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ്. ദെൻ ബ്രിട്ടൻ വുഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് 1971 എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് റൈറ്റ് സിസ്റ്റം നമ്മൾ അസസ് ചെയ്യുന്നത്, ദെൻ ഡ്രോയിങ് റൈറ്റ്സ്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ദെൻ യൂറോപ്യൻ മോണിറ്ററി സിസ്റ്റം, വേൾഡ് ട്രേഡ് ആൻഡ് റീജിയണലിസം, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്, റീജിയണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെയാണ് യൂണിറ്റ് 1 മെയിൻ ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 1 കഴിയുന്നതോടുകൂടി വി വിൽ ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ അബൌട്ട് ദി പേപ്പർ. IBO 6നെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ഒരു യൂണിറ്റ് കഴിയുന്നതിലൂടെ കിട്ടും. അപ്പോ യൂണിറ്റ് 1 നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറെന്റ് ബ്ലോക്കുകളിലായിട്ടാണ് നമുക്ക് ഈ ഒരു പേപ്പേഴ്സ് പഠിക്കാനുള്ളത്. ദെൻ ഓരോ ബ്ലോക്കിനെ കുറിച്ചിട്ടും യൂണിറ്റിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള അൺനെസസറി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എത്ര അൺനെസസറി ആയിട്ടുള്ള കോണ്ടന്റ്സുകൾ ഒഴിവാക്കുന്നോ അത്രയും നമുക്ക് നെസസറി ആയിട്ടുള്ള ഐറ്റംസിനെ കുറിച്ച് പഠിക്കാനുള്ള ടൈം കിട്ടുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് 1നെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ആയിട്ടും ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അറിയുന്നതിന് മുമ്പ് ഈ ഒരു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടണം, അല്ലെ? സോ ഈ ഒരു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും നേഷൻസിന്റെ ഇടയിൽ, വിവിധ രാജ്യങ്ങളുടെ വിവിധ കൺട്രീസിന്റെ ഇടയിൽ ഫ്ലോ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് 2 റീസൺസ് കൊണ്ടാണ് വരിക. ഫ്ലോ ഓഫ് ഫണ്ട് അറൈസസ് എമംഗ് ദി നാഷൻസ് ബിക്കോസ് ഓഫ് 2 റീസൺ. 2 റീസൺ കൊണ്ടാണ് പല രാജ്യങ്ങളുടെ ഇടയിലും ഫ്ലോ ഓഫ് ഫണ്ട് എന്നുള്ള ആ ഒരു ടേം നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ്? ഈ ഫ്ലോ ഓഫ് ഫണ്ട് എന്നുള്ള ഒരു ടേം വരണമെങ്കിൽ നിർബന്ധമായിട്ടും ഒന്നുകിൽ നമ്മൾ നേഷൻസിന്റെ ഇടയിൽ ട്രേഡ് കണ്ടക്ട് ചെയ്യണം, വ്യാപാര വ്യവസായങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഫ്ലോ ഓഫ് ഫണ്ട് എന്നുള്ള പറയുന്ന ആ ഒരു ടേം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ
ചില ടൈമില് നമ്മള് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലെ ഗവൺമെന്റുമായിട്ട് പ്രൈവറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിഫറെന്റ് കൺട്രീസിന്റെ ഇടയിൽ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഈ രണ്ട് കേസിലും ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു ടേം വരികയാണ്. ഒന്നുകിൽ നമ്മൾ നാഷൻസിന്റെ ഇടയിൽ, രാജ്യങ്ങളുടെ ഇടയിൽ വിവിധമായിട്ടുള്ള ട്രേഡുകൾ കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തെങ്കിലും ഒരു മണി എക്സ്ചേഞ്ച് നടത്തണം, മോണിറ്ററി എക്സ്ചേഞ്ച് നടത്തണം. ഈ രണ്ട് കേസ് വന്നാലും ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ ടേം അവിടെ ക്രിയേറ്റഡ് ആവുകയാണ്. So the freedom to move funds across the nation are subject to many restrictions. So ഇത്തരത്തില് രാജ്യങ്ങളുടെ ഇടയിൽ ഇതുപോലെ ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫണ്ടുകൾ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പലതര റെസ്ട്രിക്ഷൻസും ഉണ്ട്, അതിന് പല നിബന്ധനകളുമുണ്ട്. ആ നിബന്ധനകളൊക്കെ നമ്മൾ പാലിക്കണം. ഇപ്പൊ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ പേയ്മെന്റും റിസീവ് ആണ്. ഇത്തരത്തിൽ ഒരു രാജ്യത്ത് നിന്നുള്ള കറൻസി മറ്റൊരു രാജ്യത്തോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള നിബന്ധനകൾ, ആ റെസ്ട്രിക്ഷൻ നമ്മൾ പാലിക്കണം. സോ ഇത്തരത്തിലുള്ള ഓവർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ സർട്ടൻ ലോസും റൂൾസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ലോസും കോൺസെപ്റ്റുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ലോയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷൻസും എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തേണ്ടത്. So this also essentially requires multilateral agreement so that the obligations of the nations are well defined. So അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ്സ് എന്നുള്ളതാണ് നമ്മൾ അതിനെ പറയുക. അത്തരത്തിലുള്ള എഗ്രിമെന്റ്സിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല ഓരോ രാജ്യം അവരുടേതായിട്ടുള്ള ലോസും കാര്യങ്ങളും ഒബ്ലിഗേഷൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇങ്ങനെ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരത്തില് നമ്മൾ പറഞ്ഞു ഓരോ റൂൾസ് ഉണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ അല്ലെ. ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളെയും ലോസിനെയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും 3 ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് സിസ്റ്റംസ് ഓഫ് എക്സ്ചേഞ്ചിങ് കറൻസീസ്. മൂന്നാമത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട്സിന് വരുന്ന റെസ്ട്രിക്ഷൻസിന്റെ ലോസിനെയും ഒബ്ലിഗേഷൻസിനെയും 3 ആയിട്ട് കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ആണ്. രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിങ് കറൻസി സിസ്റ്റം ആണ്. മൂന്നാമത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. സോ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ടും ഫസ്റ്റ് കാറ്റഗറൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഈ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. സോ നമുക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റിന്റെ നെയിമിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്? നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. We may define ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ ഓഫ് ഡെഫിനിഷൻ ആണ്. We may define international monetary system as a set of arrangements, rules, practices and institutions under which payments are made and received for international transactions across national barriers. ക്ലിയർ ആയോ? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിനെ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷനിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് അറേഞ്ച്മെന്റ്സ്, റൂൾസ്, പ്രാക്ടീസസ്
and institutions under which payments are made and received for international transaction across national boundaries. ഇതെങ്ങനെ മലയാളീകരിക്കാം? നമുക്ക് നാഷണൽ ബൗണ്ടറീസ് ഇല്ലാണ്ട്, അതായത് അതിർത്തി രേഖകൾ ഇല്ലാണ്ട്, ഒരു രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഇല്ലാതെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന്റെ പേയ്മെന്റ്സിനെ അല്ലെങ്കിൽ പേയ്മെന്റ്സിനെയും റിസീപ്റ്റിനെയും നമ്മൾ നടത്തുമ്പോൾ അതിന് അനുസൃതമായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിന് നമ്മൾ അനുസരിക്കേണ്ട സെറ്റ് ഓഫ് അറേഞ്ച്മെന്റ്സ്, കുറച്ച് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് റൂൾസ് ഉണ്ട്, കുറച്ച് പ്രാക്ടീസസ് ഉണ്ട്, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സും റൂൾസും പ്രാക്ടീസസും ഇൻസ്റ്റിറ്റ്യൂഷൻസും അനുസരിച്ചിട്ട് മാത്രമേ ഇന്റർനാഷണൽ ബൗണ്ടറീസ് ഇല്ലാണ്ട് നമുക്ക് പേയ്മെന്റ്സ് അല്ലെങ്കിൽ റെസീപ്റ്റും നടത്താനായിട്ട് സാധിക്കുള്ളൂ. സോ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നാഷണൽ ബൗണ്ടറീസ് ഇല്ലാതെ റെസീപ്റ്റും പേയ്മെന്റ്സും ചെയ്യണമെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ a set of arrangements, rules, practices and institutions under which payments are made and received for international transaction across national boundaries. നാഷണൽ ബൗണ്ടറീസ് ഇല്ലാണ്ട് ഏതൊരു രാജ്യമായിട്ടും, ഞാനിപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണെങ്കിൽ എനിക്ക് പുറം രാജ്യവുമായിട്ട്, ദുബായുമായിട്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയുമായിട്ട് എനിക്കൊരു ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് നാഷണൽ ബൗണ്ടറി ഒരു തടസ്സമല്ല. ആ തടസ്സമല്ലാതിരിക്കാൻ ഞാൻ എന്ത് ശ്രദ്ധിക്കണം? ഞാൻ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷനുമായിട്ട് സൗദി അറേബ്യയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ രാജ്യത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു റെസീപ്റ്റിനും പേയ്മെന്റിനും അല്ലെങ്കിൽ ട്രേഡിന് അവർ നിശ്ചയിച്ചിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണോ, പ്രാക്ടീസസ് എന്തൊക്കെയാണോ, അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ടായിരിക്കണം. അത്തരത്തില് നാഷണൽ ബൗണ്ടറീസ് ഇല്ലാതെ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ റെസീപ്റ്റിലും പേയ്മെന്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, റൂൾസ്, പ്രാക്ടീസസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. Okay, so international system is concerned not only with the supply of international money, but with the relationship among 100 or so currencies of individual countries, and with the pattern of balance of payment relationship and the manner in which they are adjusted and സെറ്റിൽഡ്. സോ ഈ ഒരു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വൈഡർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഒരിക്കലും അതില് നമ്മളൊരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തി അതിന്റെ സപ്ലൈ മാത്രമല്ല അതിൽ വരുന്നത്. സപ്ലൈ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തില് ഒരു 100 ഇൻഡിവിജ്വൽ കറൻസീസുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ടാവാം. അത്തരത്തില് നമ്മൾ ഡിഫറെന്റ് കൺട്രീസിന്റെ കറൻസിയുമായി ബന്ധപ്പെടുമ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, സെറ്റിൽ ഔട്ട് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടേം, ഇറ്റ് ഈസ് ബോർഡർ ദാൻ മോണിറ്ററി. മോണിറ്ററി എന്നുള്ള ആ ഒരു ടേമിനേക്കാളും കുറച്ചും കൂടി ബോർഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ട്രേഡ്, ഫിസിക്കൽ ട്രേഡ് റിലേഷൻഷിപ്പ്, നാഷണൽ പോളിസീസ്, ഇതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇനി പോകെ പോകെ നമുക്ക് ഈ ഒരു യൂണിറ്റ് കുറച്ചുകൂടി പോകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ്, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO, അതുപോലെ തന്നെ ജനറൽ എഗ്രിമെന്റ് ടാരിഫ് ആൻഡ് ട്രേഡ് ഗാട്ട്, അതുപോലെ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD ആൻഡ് യൂറോപ്യൻ മോണിറ്ററി യൂണിയൻ EMU. ഇതെല്ലാം ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന് അകത്ത് വരുന്ന കാര്യങ്ങളാണ്. സോ ഇങ്ങനെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന് നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്
സാധിക്കാം. സോ ഈ ഒരു നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബോർഡർ ടേം ആണ് എന്നുള്ളത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഇതില് 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 തരത്തിലുള്ള മാനേജ്മെന്റ് പ്രോസസ് ആണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ. ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിലാ വരിക. ബാലൻസ് ഓഫ് പേയ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കൂട്ടോ. ഇപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കുക? ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് ഇംബാലൻസസ്, എന്തെങ്കിലും കൺട്രീസിന്റെ ഇടയിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പേയ്മെന്റ് ഇംബാലൻസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി റിസർവ്സ് പ്രൊവിഷൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബോർഡർ കൺസെപ്റ്റ്, വൈഡർ കൺസെപ്റ്റ് ആണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന വേറെ ചെറിയൊരു ടോപ്പിക് ആണ് നീഡ് ഫോർ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. നീഡ് ഫോർ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എറൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അതിന്റെ ആവശ്യകത എന്താണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻസസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. എന്തിനൊക്കെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാഷണൽ ബൗണ്ടറീസ് ഇല്ലാണ്ട് ട്രേഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ വി നീഡ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. നമുക്ക് ആസ് എ സിറ്റിസൺ ഹു ലിവ്സ് ഇൻ ഇന്ത്യ, ഞാനൊരു ഓപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്റെ ഓപ്പറേഷൻസ് ഈ ഒരു ഇന്ത്യയിൽ മാത്രം വ്യാപിച്ചു കിടന്നാൽ മതി എന്നുള്ള ഒരു തോട്ടാണ് എനിക്കെങ്കിൽ എനിക്ക് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ഓരോ സ്റ്റേജിലും എന്റെ മൈൻഡ് എന്താവും? എനിക്ക് പുറം രാജ്യവുമായിട്ട് ചിലപ്പോ കച്ചവടത്തിൽ ഏർപ്പെടണം, ട്രേഡ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ വന്നേക്കാം. സോ നാഷണൽ ബൗണ്ടറീസ് ഇല്ലാണ്ട് ട്രേഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മളെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതാണ് ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നീഡ് എന്ന് പറയുന്നത് വി ക്യാൻ ഹാൻഡിൽ വിത്ത് ഡിഫറൻഷ്യൽ കറൻസീസ് അല്ലെ. ഞാന് ഇപ്പൊ ഇന്ത്യയിൽ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യൻ കറൻസിയുമായിട്ട് മാത്രമാണ് ബന്ധം ഉണ്ടാവുക. പക്ഷെ അതേസമയം ഞാനൊരു USA അല്ലെങ്കിൽ US എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും അവരുമായിട്ടുള്ള ഒരു ട്രേഡ് ഞാൻ കണ്ടക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ I can also handle with dollars. ഡോളേഴ്സുമായിട്ടുള്ള ഒരു ഹാൻഡിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡോളേഴ്സ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാന്നുള്ള ഒരു ഐഡിയ കൂടി എനിക്ക് കിട്ടും. സോ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കറൻസീസിനെ പഠിക്കാനും കറൻസീസിനെ ഹാൻഡിൽ ചെയ്യാനുമുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഏതിലൂടെ? നമുക്ക് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഉണ്ടെങ്കിൽ, നമുക്ക് നാഷണൽ ബൗണ്ടറീസ് ഇല്ലാണ്ട് കച്ചവടം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് അവിടെ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ കറൻസീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഓൾസോ ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേറ്റ് ദ എക്കോണമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാ പറയുന്നത്. എക്കണോമിക് ഗ്രോത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് ട്രേഡിൽ ഏർപ്പെടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് നമ്മുടെ യൂണിറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു നാട്ടിൽ മാത്രമാണ് കച്ചവടം ചെയ്യുന്നതും നമ്മൾ പുറം രാജ്യവുമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പുറമേയുള്ള കച്ചവടങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ആവും, അതിനനുസരിച്ച് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കറൻസീസുമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുവഴി നമുക്ക് എന്തിൽ ഏർപ്പെടാം? നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഓൾസോ ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദി ഇൻവെസ്റ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്റെ കമ്പനി പുറമേയുള്ള കമ്പനിയുമായിട്ട് US-ലും അതുപോലെ തന്നെ സൗദിയിലും ഒക്കെയുള്ള പുറം രാജ്യവുമായിട്ടൊക്കെ കച്ചവടത്തിൽ തുടർച്ചയായി ഏർപ്പെടുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ
കസ്റ്റമേഴ്സ്, എന്റെ ഇൻവെസ്റ്റേഴ്സ് എന്നെ തേടി ഇങ്ങോട്ട് വരും. എനിക്ക് ഇൻവെസ്റ്റേഴ്സിനെ സീക്ക് ചെയ്ത് പോവാന്നുള്ളൊരു ടാസ്ക് അവിടെ ഉണ്ടാവില്ല. പകരം നമ്മുടെ കമ്പനി അത്യാവശ്യം പോപ്പുലർ ആവാൻ തുടങ്ങും, എക്സ്പാൻഡഡ് ആവാൻ തുടങ്ങും. അതിനനുസരിച്ചുള്ള ബ്രാഞ്ചുകൾ നമ്മൾ ഇവിടെ ഫോം ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെ കുറിച്ചിട്ട് കേട്ടറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് നമ്മുടെ ചോദിച്ചു വരികയാണ് ചെയ്യുക. നമ്മൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയായി അതിനോടകം മാറിക്കഴിയും. സോ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവര് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കമ്പനി പോപ്പുലർ ആവുന്നതിനനുസരിച്ച്, എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിനനുസരിച്ച്, എക്സ്പാൻഡ് ആവുന്നതിനനുസരിച്ച് പുറമേയുള്ള ഇൻവെസ്റ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ പുറമേയുള്ള കമ്പനീസുമായിട്ട് നമുക്കൊരു റാപ്പോ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ. നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ പുറം രാജ്യവുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സിലോ കരാറിലോ ഏർപ്പെട്ട് അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ റിട്ടേൺ കളക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും നമുക്ക് അവിടെ കിട്ടും. സോ ഇത്തരത്തില് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഹെൽപ്സ് ആസ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ പുറമേയുള്ള കമ്പനീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ നീഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. സോറി കേട്ടോ, പനിയാണ്, അതുകൊണ്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചെറിയൊരു ടോപ്പിക്, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാ വന്നിട്ടില്ലേ എന്നുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടി നമുക്ക് കൊടുക്കാം. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം ഇങ്ങനെയുള്ള ഒരു ഐഡിയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നില്ല. സോ ദ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഇന്റർനാഷണൽ എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ ഹാസ് എ ലോങ് ഹിസ്റ്ററി. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹിസ്റ്ററിയാണ്, ചരിത്രമാണ് ഈ ഒരു ഡെവലപ്മെന്റിനുള്ളത്. അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഇവോൾവ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെയാണ്. അതായത് it remains for centuries only a dream for a simple reasons that until 1940 1940 വരെ ഈ ഒരു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് പല കൺട്രീസിനും അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് പലപ്പോഴും ഒരു വിദൂര സ്വപ്നമായി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വരെ 1940 വരെ. അതിനുശേഷം 1940 നോ ഗവൺമെന്റ് ടുക്ക് കീൻ ഇൻട്രസ്റ്റ് ഇൻ എനി ഓഫ് ദി സ്കീം പ്രപ്പോസ്ഡ്. അതുവരെ നമ്മളുടെ ഗവൺമെന്റ് എന്ത് ചെയ്തില്ല, നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇൻട്രസ്റ്റ് കാണിച്ചില്ല 1940 വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എപ്പോഴും അവിടെ ഒരു ഡ്രീം ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അല്ലാണ്ട് ഒരു ഗവൺമെന്റ് ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും അതിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 1920 ഒരു ഫ്രഞ്ച് എക്കോണമിസ്റ്റ്, നൊഗാരോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എക്കോണമിസ്റ്റ് ഫ്ലോട്ടഡ് ദി ഐഡിയ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇന്റർനാഷണൽ ബാങ്ക് ടു ഇഷ്യൂ എ ന്യൂ ഇന്റർനാഷണൽ കറൻസി. 1920 ഫ്രഞ്ച് എക്കോണമിസ്റ്റ് ആയിട്ടുള്ള നൊഗാരോ എന്ന് പറയുന്ന ഒരു വ്യക്തി അവര് ഒരു സജഷൻ വെക്കുകയാണ്. എന്തായിരുന്നു സജഷൻ? ഒരു ഇന്റർനാഷണൽ ബാങ്ക് നമുക്ക് തുടങ്ങണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ബാങ്ക് നമ്മൾ തുടങ്ങുന്നത്? പുതിയ ഇന്റർനാഷണൽ കറൻസികൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇന്റർനാഷണൽ ബാങ്ക് തുടങ്ങാന്നുള്ളത് നൊഗാരോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എക്കോണമിസ്റ്റ് അത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ് 1920. ദെൻ 1929 ആയപ്പോ സ്റ്റാൻഡ് ദ പ്രസിഡന്റ് ഓഫ് റീച്ചസ് ബാങ്ക്, the Central Bank for Germany proposed the creation of an international clearing യൂണിയൻ. 1920 ഫ്രഞ്ച് എക്കോണമിസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു ആശയം പറയുന്നത്. അതിനുശേഷം 1929 ആയപ്പോ ജർമ്മനി, സെൻട്രൽ ബാങ്ക് ഓഫ് ജർമ്മനിയുടെ പ്രസിഡന്റ്
അവരെന്ത് ചെയ്യാണ്, ഇത്തരത്തിലൊരു ഇന്റർനാഷണൽ ക്ലിയറിംഗ് യൂണിയൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രപ്പോസ് വെച്ചു. അതിനുശേഷം 1930 കെയ്ൻസ് അതിന് ഒന്നുകൂടി സജസ്റ്റ് ചെയ്യാണ്. ആദ്യം ഫ്രഞ്ച് എക്കോണമിസ്റ്റ് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് എടുത്തു. അതിനുശേഷം ജർമ്മൻ പ്രസിഡന്റ്, അതായത് ജർമ്മൻ ബാങ്കിന്റെ, സെൻട്രൽ ബാങ്കിന്റെ പ്രസിഡന്റ് ആ ഒരു ആശയത്തെ ഒന്നുകൂടി സാധൂകരിച്ചു. അതിനുശേഷം കെയ്ൻസ് എന്ന് പറയുന്ന വ്യക്തി 1930 ഈ ഐഡിയക്ക് ഒന്നും കൂടി ഒരു മോഡിഫിക്കേഷൻ കൊടുത്തു. മോഡിഫിക്കേഷൻ കൊടുത്തിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? സജസ്റ്റഡ് എ മോഡിഫൈഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടു ബി മാനേജ്ഡ് ബൈ ദി സൂപ്പർ നാഷണൽ ബാങ്ക്. സൂപ്പർ നാഷണൽ ബാങ്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവര് കൊണ്ടുവന്നു. അതായത് ആക്ടിങ് ആസ് ദി ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. സൂപ്പർ നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത് അത് നമ്മുടെ ഇന്റർനാഷണൽ ബാങ്ക്, ലാസ്റ്റ് റിസോർട്ട് ആയിട്ടുള്ള നമ്മുടെ RBI ഒക്കെ പോലെയുള്ള ഒരു ബാങ്ക് ആയിട്ട് നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ നത്തിങ് ഹാപ്പൻഡ്, ഇതൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം 1930 തന്നെ the interrelated development which took place contributed to a change in the official attributes in industrial countries towards the international economic order. International economic orderുമായിട്ട് ഇൻഡസ്ട്രിയൽ കൺട്രീസിനുള്ള ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു 1930. then interrelated ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്, അതായത് നമ്മുടെ എക്കണോമിക് ഓർഡറുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ 1930 കൊണ്ടുവരികയാണ്. അതിനുശേഷം ദ കൊളാപ്സ് ഓഫ് ഇന്റർനാഷണൽ എക്കണോമിക് സിസ്റ്റം അറ്റ് ദ ബിഗിനിങ് ഓഫ് 1930 നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ അതിന് അധികം ആയുസ് ഒന്നും ഉണ്ടായില്ല. അവിടെയും കൊളാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി 1930. കാരണം ഗ്രേറ്റ് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നു. എന്തിനു ശേഷം? സെക്കൻഡ് വേൾഡ് വാറിനും ഇതിനൊക്കെ ശേഷമുള്ള ആ ഒരു ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെ വെച്ച് നിർത്തിയിട്ടുള്ളത്? 1930 നമ്മളൊരു എക്കണോമിക് സിസ്റ്റം, ഓർഡർ സിസ്റ്റം കൊണ്ടുവന്നു. അതുവരെ നമ്മൾ പഠിച്ചു. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.